ഞാൻ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവോട് സംസാരിച്ചു കേട്ടോ, പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാവോട് സംസാരിച്ചു. ഞാൻ അദ്ദേഹം ഈ PM ശ്രീയും ഇതൊക്കെ പറയുമെന്നാണ് വിചാരിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഞെട്ടിപ്പോയി. ഈ മിഷൻ സമുദ്ര ആരുടെ പ്രൊജക്റ്റാണ് എന്നോട് ചോദിച്ചത്. മിഷൻ സമുദ്ര ആരുടെ പ്രൊജക്റ്റാ? UDFിൻ്റെ പ്രൊജക്റ്റാ? UDFിൻ്റെ ഘടകകക്ഷികൾ ആലോചിച്ചോ? ഏതെങ്കിലും UDFിൻ്റെ ഘടകകക്ഷികളുമായിട്ട് മിഷൻ സമുദ്രം ആലോചിച്ചിട്ടുണ്ടോ? ഒരു ഘടകകക്ഷിയായിട്ട് ആലോചിച്ചിട്ടില്ല. ഒരു ഘടകകക്ഷികളുടെ മുന്നിൽ വെച്ചിട്ടില്ല, പ്രൊജക്റ്റ് വെച്ചിട്ടില്ല, എന്താണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും സംസാരിക്കാതെ ഇത് നേരെ തിരിച്ച് മിഷൻ സമുദ്ര LDF എടാ കാട്ടുകള്ള ആൻ്റപ്പ പച്ചക്കള്ളം. ഏത് UDF നേതാവാടാ നിന്നോട് പറഞ്ഞത് UDF ആയിട്ട് ആലോചിച്ചിട്ടില്ല? പച്ചക്കള്ളം ചാനലിൽ വന്നിരുന്നു പറയാം. കാട്ടുകള്ളൻ, നിൻ്റെ എല്ലാ നെറുകയോടും ഞങ്ങൾ പൊക്കും. നീ കണ്ടോ ആൻഡ്രൂ അഗസ്റ്റിൻ? കാട്ടുകള്ള, പച്ചക്കള്ളം. ഒരു UDF നേതാവ്, ഏത് UDF നേതാവ്? ആ UDF നേതാവിൻ്റെ പേര് പറയാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ. പച്ചക്കള്ളം എന്ന് വെച്ചാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക്, കേരളത്തിലെ മാധ്യമ സമ്പ്രദായങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇവൻ്റെ ചാനലും വന്നതോടുകൂടി ഈ മാധ്യമ സമ്പ്രദായം തന്നെ ആകെ തച്ചുടഞ്ഞു പോയി. ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. നീ ഒരാൾ കാരണമാണ്. നിൻ്റെ ഈ പ്രവണത ഉണ്ടല്ലോ, നിൻ്റെ ഈ കാട്ടുകള്ളത്തര മാധ്യമ പ്രവർത്തകരെ ഈ ഒരു ഫീൽഡിനെ തന്നെ നീ നശിപ്പിച്ചു കേരളത്തിൽ. ഒരു സംശയമല്ല. നീ വലിയ ആളായിട്ട് UDFിൻ്റെ ഗ്യാരണ്ടി ഒന്നും നടപ്പിലാക്കാൻ പോകുന്നില്ല. ഞങ്ങളൊരു ഗ്യാരണ്ടി നടപ്പിലാക്കി കഴിഞ്ഞു, 2 ഗ്യാരണ്ടി നടപ്പിലാക്കി കഴിഞ്ഞു. നീ കേരളത്തിലെ യുവാക്കളെ മുഴുവൻ, പ്രത്യേകിച്ച് മലബാറിലെ ചെറുപ്പക്കാരെ മുഴുവൻ മെസ്സിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലേ. ആണാണെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, നീ ആൺകുട്ടിയാണെങ്കിൽ നീ മെസ്സിയെ കൊണ്ടുപോകാം കേരളത്തിൽ. നാട്ടുകാരെ മുഴുവൻ പറഞ്ഞ് പറ്റിച്ചില്ലടാ ആൻ്റെപ്പം. നീ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു മത്സരം നടത്തണ്ട, ജസ്റ്റ് മെസ്സിയെ ഒരു ഗസ്റ്റായിട്ടെങ്കിലും നിനക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ആൻ്റെപ്പ വെറുതെ കാട്ടുകള്ളൻ പച്ച നുണ വന്നിട്ട് ഇരുന്ന് പറയാം UDF നേതാവ്. എടാ നീ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ നീ പറഞ്ഞ് പറ്റിച്ചില്ലടാ മെസ്സിയെ കൊണ്ടുവരുന്ന പറഞ്ഞാട്. എവിടെ നീ ഉണ്ടോന്നോ? നീ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കൂല എന്ന് പറഞ്ഞ ആള് നീ മെസ്സിയെ കൊണ്ടുപോവാ. നീ മെസ്സിയെ കൊണ്ടുവന്ന് ആൺകുട്ടിയെ പോലെ വന്ന് സംസാരിക്കടാ. കാട്ടുകള്ള, പച്ചക്കള്ളം വന്നിരുന്ന് പറയാ ചാനലിരുന്നിട്ട്. കേരളത്തിൻ്റെ മാധ്യമ സമ്പ്രദായം, ഈ പ്രവണത തന്നെ, ഈ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നൊരു ക്വാളിറ്റി പോലും നശിപ്പിച്ച ഒരു വ്യക്തി നീ ഒരാളാണ്. നിൻ്റെ കൂടെ ഇരിക്കുന്ന സ്മൃതി പരുത്തിക്കാടായിക്കോട്ടെ, ഈ അരുൺകുമാർ ആയിക്കോട്ടെ, മറ്റവളായിക്കോട്ടെ, ഇവർക്കൊക്കെ പണമാണ് വേണ്ടത്. ഇവർക്കൊക്കെ എന്ത് ആദർശം, എന്ത് ആശയം, എന്ത് ജോലിയോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇവർക്കൊക്കെ വേണ്ടത് എന്താണ്? നീ എച്ചിൽ നീട്ടിത്തരുന്ന നിൻ്റെ ഈ പണം ഉണ്ടല്ലോ, അതാണ് അവർക്കൊക്കെ വേണ്ടത്. ഒരു ചുക്കും. പിന്നെ സഖാക്കളോട് പറയല്ലേ, ഇന്നലെ അടക്കം ബിനീഷ് കോടിയേരി ആൻഡ്രൂ അഗസ്റ്റിൻ്റെ ഒരു ചർച്ച ഫേസ്ബുക്കിലിട്ട്, എൻ്റെ ബിനീഷ് കോടിയേരി ഇനിയും നിങ്ങൾ അവരെ വിശ്വസിക്കണം. ഈ 10 കൊല്ലം അവൻ്റെ വാക്ക് കേട്ടിട്ടല്ലേ നിങ്ങൾ നടന്നത്. വലിയൊരു കുണ്ടിൽ അവൻ നിങ്ങളെ ചാടിച്ച്. ഇനിയും നിങ്ങൾ അവൻ്റെ സപ്പോർട്ട് വാങ്ങിയിട്ട്